ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ പ്രേരിപ്പിച്ച് തൃണമൂൽ നേതാവ് രാജ്യം വിട്ടതായി പശ്ചിമബംഗാൾ ഗവർണർ. തൃണമൂൽ നേതാവ് ഷെയ്ഖ് ഷാജഹാന് ഭീകരവാദ ബന്ധമുണ്ടെന്ന് പരാതി ലഭിച്ചതായും രാജ്ഭവൻ DGPക്ക് നൽകിയ കത്തിലാണ് പശ്ചിമബംഗാൾ ഗവർണർ ഇക്കാര്യം വ്യക്തമാക്കിയത്. ഐസൻ ജോസ് നൽകും കൂടുതൽ വിവരങ്ങൾ. ഐസൻ, വിശദാംശങ്ങൾ. ഇത് സംബന്ധിച്ച പുതിയ അന്വേഷണങ്ങൾ നടക്കുന്നതിൻ്റെ ഭാഗമായാണ് പശ്ചിമബംഗാൾ ഗവർണർ DGPയെ വിളിച്ചു വരുത്തുകയും DGPക്ക് കൃത്യമായ വിവരങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് കത്ത് നൽകുകയും ചെയ്തിരിക്കുന്നത്. ഈ നൽകിയ കത്തിൽ നിന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. അതായത് ഷെയ്ഖ് ഷാജഹാൻ, അതായത് ഈ ആക്രമണത്തിന് പ്രേരണ നൽകുകയും അയാളുടെ വീട്ടിൽ റെയ്ഡിനെത്തിയ ഉദ്യോഗസ്ഥർക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. ആ പ്രേരണ നൽകിയവർക്കെതിരെ നൽകിയ ഷെയ്ഖ് ഷാജഹാൻ ഇപ്പോൾ ബംഗ്ലാദേശിലേക്ക് കടന്നു എന്ന സൂചനയാണ് ഗവർണർ നൽകിയിരിക്കുന്നത്. എത്തരത്തിലുള്ള വിവരങ്ങൾ ലഭിച്ചതായി ഗവർണർ വളരെ കൃത്യമായി അറിയിക്കുന്നുണ്ട്. മാത്രമല്ല, ഇയാൾക്ക് തീവ്രവാദ ബന്ധമുണ്ട് എന്ന കൃത്യമായൊരു ആരോപണവും അല്ലെങ്കിൽ കൃത്യമായൊരു നിരീക്ഷണവും ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു എന്നതാണ് ഏറെ ഗൗരവതരമായൊരു വിഷയം. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ അനിവാര്യമാണ് എന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കാരണം NIA ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ തീവ്രവാദ പ്രശ്നങ്ങൾ അന്വേഷിക്കുന്ന ദേശീയ ഏജൻസികൾ ഇക്കാര്യത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തേണ്ട ഒരു സാഹചര്യമാണുള്ളത്. കാരണം ബംഗ്ലാദേശിലേക്ക് കടന്നു എന്ന വിവരം കൂടി പുറത്തു വരുമ്പോൾ തീർച്ചയായും പശ്ചിമബംഗാൾ പോലീസിന് ഇക്കാര്യത്തിൽ അന്വേഷിക്കുന്നതിന് പരിമിതികളുണ്ട്. കുറ്റകൃത്യം നടന്നത് സംബന്ധിച്ച് അല്ലെങ്കിൽ ആൾക്കൂട്ടാക്രമണം സംബന്ധിച്ചുള്ള അന്വേഷണത്തിനപ്പുറം ഇപ്പോൾ ഒരു വലിയ തീവ്രവാദ റാക്കറ്റിലേക്ക് കൂടി കാര്യങ്ങൾ എത്തിപ്പെടുന്നു എന്നതാണ് ഏറെ ഗൗരവതരമായൊരു വിഷയം. അതുകൊണ്ട് തന്നെ അതീവ ഗൗരവതരമായ വിഷയത്തിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം അനിവാര്യമാണ് എന്ന സൂചന തന്നെയാണ് പുറത്തു വരുന്നത്. മാത്രമല്ല, മറ്റൊരു പ്രധാന വിഷയം കൂടി എടുത്തു പറയേണ്ടത് സംസ്ഥാനത്തെ ക്രമസമാധാന നില സംബന്ധിച്ച അതീവ ഗുരുതരമായൊരു സാഹചര്യം, ഒരു ഗ്രേവ് കണ്ടീഷൻ എന്ന് പറയാവുന്ന അവസ്ഥ ഗവർണർ കേന്ദ്രത്തിന് റിപ്പോർട്ട് ചെയ്യാൻ ഇരിക്കുന്നു, അല്ലെങ്കിൽ റിപ്പോർട്ട് ഇന്നോ നാളെയോ നൽകുമെന്ന സൂചനയും പുറത്തു വരുന്നുണ്ട്. ഇതുതന്നെയായാലും പശ്ചിമബംഗാളിലെ ഗൗരവതരമായൊരു ക്രമസമാധാന പ്രശ്നം ദേശീയ തലത്തിൽ ഗൗരവതരമായി ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യങ്ങളിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി.